മണ്ണിനെ പോലെ മണ്ണിനകത്ത് കുത്തിന്നുള്ള ഒരു ജീവിയെ കണ്ടോ? ഇതാണ് എൻ്റെ മകൻ. കൊണ്ടാക്കിയിട്ട് അമ്മ കഴിച്ചോന്ന് പറഞ്ഞ് കൊണ്ടു തരുക. കണ്ടില്ലേ എന്തൊരു സ്നേഹം. ഇത് തിന്നിട്ട് വേണം ഞാൻ ഇനി വയറിളക്കം പിടിച്ച് ഇവിടെ കിടക്കാൻ. മണ്ണിനകത്ത് വിട്ടാൽ എത്ര മണിക്കൂറാന്നല്ല അതിനകത്ത് തന്നെ ഇരുന്നോളും കേട്ടോ. അങ്ങനെ ഒരു പ്രയോജനമുണ്ട് എൻ്റെ മോനെ കൊണ്ടേ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ മഴ ആയതുകൊണ്ട് മഴയ്ക്ക് ഇവിടെ ഒരു ക്ഷാമവും ഇല്ല. ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് ഏട്ടൻ വാങ്ങിച്ചുകൊണ്ടുവന്ന കമ്മുമുട്ടയിൽ ഒന്ന് ഞാനിങ്ങ് പൊക്കി കേട്ടോ. ഒന്ന് അവന് കൊടുത്തില്ലെങ്കിൽ എനിക്കിട്ട് പൊട്ടുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഓർമ്മ അവന് കൊടുത്തു കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. ഇപ്പൊ വന്നു ഭയങ്കര വിശപ്പാ. അതുകൊണ്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും മഴയൊക്കെ കണ്ട് 2 ഇഡലിയും കൂടെ അങ്ങ് കഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ. കറിയൊന്നും ഇല്ലായിരുന്നു, പഞ്ചാര കൂട്ടി അങ്ങ് അടിച്ച്. മഴയത്ത് കുളിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു പണി. അങ്ങനെ ആ പണി അങ്ങ് തീർത്തിട്ടുണ്ട്. ചേട്സ് അടിച്ചെന്ന് പറഞ്ഞ് മറ്റവനാന്ന് വിചാരിക്കല്ലേ, കാപ്പി കേട്ടോ. ചൂട് ചായ ഊതി ഊതി കുടിക്കാനാണ് ഗുപ്തൻ ഇഷ്ടം എന്ന് പറയുന്ന പോലെ ഈ സമയത്ത് എനിക്ക് കാപ്പി ഇങ്ങനെ ഊതി ഊതി കുടിക്കാനാണ് കേട്ടോ ഇഷ്ടം. മഴയത്ത് തണുപ്പ് സഹിക്കാൻ മേൽ അവിടെ കിടന്ന് കണ്ട കടച്ചാടി എല്ലാം ഞാൻ വാരിയിട്ട് കത്തിച്ച് ഗൈസ്. വീട് മൊത്തം കത്തിപ്പോകാതിരുന്നത് എൻ്റെ ഭാഗ്യം. വെള്ളത്തിൽ വീണ കോഴിയെ പോലെ ഞാൻ നാട് അവിടെ ഇരുന്ന് തീ കായുക കേട്ടോ. ഭയങ്കര തണുപ്പ് കാരണം ഈ തണുപ്പ് എന്നെ അടിച്ചിട്ട് ഗൈസ് മൂക്കും അടഞ്ഞു, മൊത്തത്തിൽ പണിയായി. അപ്പോഴേ പറഞ്ഞതാ കുളിക്കണ്ടെന്ന്. ആരോട്? എന്നോട്. മഴ ആയാലും പനി ആയാലും ഫുഡ് വിട്ടിട്ട് ഒരു കടിയില്ല. ഏട്ടൻ വന്നപ്പോഴത്തേക്കും താണ്ട പത്തിരി വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. പത്തിരി എന്ന് വെച്ചാൽ നല്ല അടിപൊളി പത്തിരി. ഞാൻ ഏട്ടനോട് പറഞ്ഞെടുത്തു തന്നെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നേ. പനിയല്ല ഏതവും വന്നാലും ഞാൻ കഴിക്കുന്നുള്ള ഒറ്റ നിലപടി ഞാനും നിന്നു കേട്ടോ. ഈ സാധനം ഒന്ന് തൊണ്ടയിൽ ഇറങ്ങി പോകണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ചായ ഇട്ടിട്ടുണ്ടേ. എല്ലാം തിന്നു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല ഉറക്കം മൂടായി കേട്ടോ. ഏട്ടന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാനും കിടന്ന് ഉറങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടേ. നമ്മുടെ മൂളിപ്പാടി ഉറക്കാൻ വരുന്ന ചില ചേട്ടന്മാരുണ്ട്. ആ ചേട്ടന്മാരെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താണ്ട് ഇവിടെ കൊതുകുതിരിയൊക്കെ എടുത്തോണ്ടാണ് പോകുന്നത്. അന്നേരം അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ.